ഹലോ ഓൾ, വെൽക്കം ടു ദ പ്രസൻറ്റേഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് എന്താണ് വൈദ്യുതി, അതുപോലത്തെ അതിൻ്റെ ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. അറ്റോമിക് ലെവലിൽ എങ്ങനെയാണ് വൈദ്യുതി ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പറയാനുള്ളത് എന്തൊക്കെയാണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്ന വസ്തുക്കൾ. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുന്ന വസ്തുക്കളാണ്. ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ വൈദ്യുതി കടത്തിവിടാത്ത, അതായത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത ഉപകരണങ്ങളാണ് ഇൻസുലേറ്റേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചില സമയങ്ങളിൽ വൈദ്യുതി കണ്ടക്ട് ചെയ്യും, അതായത് വൈദ്യുതിയെ പാസ് ചെയ്യാൻ, കടന്നു പോകാൻ അനുവദിക്കും. ചില സമയങ്ങളിൽ വൈദ്യുതിയെ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും, ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ആക്ട് ചെയ്യും. അപ്പോൾ എന്താണ് കണ്ടക്ടേഴ്സ് എന്നുള്ളത് ആദ്യം പറയാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാലൻസ് ഇലക്ട്രോൺ, അതായത് ഒരു ഷെല്ലിൽ അകപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോൺ വാലൻസായി വരികയാണെങ്കിൽ, ബാക്കിയായി വരികയാണെങ്കിൽ അതിന് എന്ത് സ്വഭാവം ഉണ്ടായിരിക്കും, കണ്ടക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ അത് ഫ്രീ ആണ് എന്നുള്ള പ്രോപ്പർട്ടി കൊണ്ട്, സവിശേഷത കൊണ്ട് എന്ത് സംഭവിക്കും, അത് സർക്യൂട്ടിലൂടെ ഒഴുകാൻ തുടങ്ങും. അപ്പോൾ അതുപോലെ തന്നെ കണ്ടക്ടർ എന്നുള്ള ഉപകരണങ്ങൾ, ഏത് ഉപകരണമാണോ കണ്ടക്ടറായിട്ട് ഉപയോഗിക്കുന്നത് ആ ഉപകരണങ്ങളിലൊക്കെ ഇതുപോലെ ഇലക്ട്രോൺസ് ഫ്രീ ആയിട്ട് അവരുടെ സർഫസിലും അവരുടെ ഉള്ളിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാരണം കൊണ്ട്, അതായത് വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്, വൈദ്യുതി പ്രവാഹം സാധ്യമാക്കുന്നത്. അപ്പോൾ ഇതിന് ഉദാഹരണമായിട്ട് വരുന്നത് എല്ലാ ലോഹങ്ങളും കണ്ടക്ടറിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ ലോഹങ്ങളല്ലാത്ത ഒന്നോ രണ്ടോ മൂന്നോ കോമ്പൗണ്ടുകളും എന്താണ്, കണ്ടക്ടേഴ്സായിട്ട് ആക്ട് ചെയ്യുന്നതാണ്. അതിന് ഉദാഹരണമാണ് ഗ്രാഫൈറ്റ് എന്നുള്ളതൊക്കെ. അപ്പോൾ സാധാരണ ഒരു കണ്ടക്ടറിന് ഉദാഹരണം നമ്മൾ എഴുതുന്നത് എല്ലാ ലോഹങ്ങളും, അതായത് എല്ലാ ലോഹങ്ങളും അതിന് ഉദാഹരണമാണ്. അതുപോലെ തന്നെ, അതായത് കോപ്പർ, അലുമിനിയം, സിങ്ക്, ലെഡ്, നിക്രോം എന്നിങ്ങനെയൊക്കെയുള്ളതൊക്കെ താരതമ്യേന നല്ല രീതിയിലുള്ള കണ്ടക്ടേഴ്സാണ്. അതിലും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത്, അതായത് കൂടുതൽ ഫാസ്റ്റായിട്ടും വൈദ്യുതിനെ വേഗം കടത്തി വിടുന്നതുമായിട്ടുള്ളതാണ് ഗോൾഡ്, സിൽവർ, അങ്ങനത്തെ ലോഹങ്ങളൊക്കെ. ഇനി എന്താണ് ഇൻസുലേറ്റേഴ്സ്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വൈദ്യുതി പ്രവാഹം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു വൈദ്യുത കമ്പി മുകളിൽ, അല്ലെങ്കിൽ ഒരു വയറിൻ്റെ മുകളിൽ ഇൻസുലേഷൻ ചെയ്യുന്നുണ്ട്, അതായത് നമുക്ക് ഷോക്ക് ഏൽക്കാതിരിക്കാൻ, അതായത് വൈദ്യുതി കടന്നു വരാതിരിക്കാനുള്ള രീതിയിലാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഉപകരണം, അല്ലെങ്കിൽ ഇൻസുലേറ്റർ എന്ന് പറയുന്ന വസ്തു ഇത് തന്നെയാണ് ചെയ്യുന്നത്. വൈദ്യുതിയെ കടത്തിവിടുന്ന, വൈദ്യുതി കടന്നു പോകാൻ എന്ത് ചെയ്യില്ല, അനുവദിക്കുന്നില്ല. അപ്പോൾ അതിന് ഉദാഹരണങ്ങളാണ് എയർ എന്ന് പറഞ്ഞാൽ വായു. നമ്മളിപ്പോൾ വായുവിൽ നിന്നുകൊണ്ട് നമുക്ക് ഷോക്ക് അടിക്കുന്നില്ല. അതിനുള്ള പ്രധാന കാരണം വായു ഒരു നല്ല ഇൻസുലേറ്റർ, എയർ ഒരു നല്ല ഇൻസുലേറ്റർ ആയതുകൊണ്ട്. പിന്നെ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് അതുപോലുള്ള വസ്തുക്കളൊക്കെ നല്ല ഇൻസുലേറ്റർ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാലൻസ് ഇലക്ട്രോൺ ഇതിൻ്റെ വാലൻസ് ഷെല്ലുകളിൽ ഇലക്ട്രോൺ ബാക്കിയില്ലാത്തത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവർ ഇൻസുലേറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വാലൻസ് ഇലക്ട്രോൺസിന് ലഭ്യത കുറവാകുമ്പോൾ എന്ത് ചെയ്യും, ഫ്രീ ആയിട്ട് നിൽക്കാൻ ഇലക്ട്രോണുകളില്ല. അപ്പോൾ എന്താണ് പ്രശ്നം, അവിടെ ഇലക്ട്രോണുകൾ ഒഴുകുന്നില്ല. അതുകൊണ്ട് തന്നെ വൈദ്യുത പ്രവാഹം അവിടെ ഉണ്ടാവുന്നില്ല. അടുത്തത് സെമി കണ്ടക്ടേഴ്സ് രണ്ട് ഉപകരണത്തിൻ്റെയും, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലേറ്ററിൻ്റെയും കണ്ടക്ടറിൻ്റെയും സ്വഭാവം ഒരുപോലെ കാണിക്കാൻ കഴിയുന്ന ഒരു ഉപകരണമാണ് സെമി കണ്ടക്ടേഴ്സ്. അപ്പോൾ സെമി കണ്ടക്ടേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് ഡയോഡ്, ട്രാൻസിസ്റ്റർ, IC ചിപ്പുകൾ അങ്ങനെയുള്ളതൊക്കെ നിർമ്മിക്കാനാണ് ഈ കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെമി കണ്ടക്ടറുകൾ കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് PN ജംഗ്ഷൻ അല്ലെങ്കിൽ ഡയോഡ് ജംഗ്ഷൻ പോലുള്ള കാര്യങ്ങൾ നിർമ്മിക്കാൻ പറ്റും. അങ്ങനത്തെ ഉപകരണങ്ങളാണ് ഇലക്ട്രോണിക് സർക്യൂട്ടുകളിലായിട്ട് കൂടുതലായിട്ട് എന്ത് ചെയ്യുന്നു, ഉപയോഗിക്കുന്നത്. അപ്പോൾ കമ്പോണൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇനി വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം എത്രയാണ്? സെമി കണ്ടക്ടർ ആകുമ്പോൾ 4ആണ്. കണ്ടക്ടർ ആകുമ്പോൾ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 1ഉം
ഇൻസുലേറ്റർ ആകുമ്പോൾ വാലൻസ് ഇലക്ട്രോണിൻ്റെ എണ്ണം 5, 6, 7, 8 അങ്ങനെയുള്ള നമ്പറുകളായിരിക്കും വരുന്നത്. ഇനി ഒരു സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ട് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൽ ആകെ ഉണ്ടായിരിക്കുന്നത് 4 കാര്യങ്ങളാണ്. ഒരു കണ്ടക്ടർ ഉണ്ടായിരിക്കും ആദ്യം, അതായത് ഈ വൈദ്യുതി കടന്നു പോകാനായിട്ട്, ബാറ്ററി സോഴ്സിൽ നിന്ന് വരുന്ന വൈദ്യുതി കടന്നു പോകാനായിട്ട് ഒരു കണ്ടക്ടർ ഉണ്ടായിരിക്കും. അതുമാത്രമല്ല, ഒരു ബൾബ്, അതായത് ലോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഉപകരണം ഉണ്ടായിരിക്കും. സോഴ്സായിട്ട്, അതായത് വൈദ്യുത പ്രവാഹം തരുന്ന ഒരു ഉപകരണം, അതിനെ സോഴ്സ് എന്നാണ് പറയുക, അതായിട്ടൊരു ബാറ്ററി ഉണ്ടായിരിക്കും. ഒരു കൺട്രോളിങ് സ്വിച്ച് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു സിമ്പിൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു സോഴ്സ്, ഒരു ലോഡ്, ഒരു കൺട്രോൾ ഡിവൈസ് ആണ്. സോഴ്സ്, ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൽ നിന്നാണോ വൈദ്യുതി ഉപയോഗിക്കുന്നത് അതിനെയാണ് സോഴ്സ് എന്ന് പറയുക. ഏതാണ് ആ വൈദ്യുതി എവിടെയാണ് പ്രവർത്തിക്കുന്നത് അതിനെ വിളിക്കുന്ന പേരാണ് ലോഡ്. ഇപ്പോൾ നമ്മളൊരു ബൾബാണ് ലോഡെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്താണ്, വൈദ്യുതി ചെന്നിട്ട് ആ ലോഡ് പ്രകാശിക്കും. അതുപോലെ കൺട്രോൾ ഡിവൈസ് എന്ന് പറയുമ്പോൾ വൈദ്യുതിൻ്റെ ഒഴുക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് കൺട്രോൾ ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോൾ ഡിവൈസിന് ഉദാഹരണമാണ് സ്വിച്ച്, ടീ പോൾ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഈ സർക്യൂട്ട് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ സർക്യൂട്ടിൽ സ്വിച്ചാണ് കൺട്രോളിങ് ഡിവൈസ് ആയിട്ട് വരുന്നത്. സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴും ഓഫ് ചെയ്യുമ്പോഴാണ് ബാറ്ററി സോഴ്സിൽ, അതായത് ബാറ്ററിയിൽ അടങ്ങിയിരിക്കുന്ന വൈദ്യുത പ്രവാഹം എന്ത് ചെയ്യുന്നത്, ഈ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന കണ്ടക്ടർ പാത്ത്, അതായത് കണ്ടക്ടറിൻ്റെ വഴിയിലൂടെ ഒഴുകുന്നത്. അപ്പോൾ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, നെഗറ്റീവ് ടെർമിനൽ, അതായത് ബാറ്ററി സോഴ്സിൻ്റെ നെഗറ്റീവ് ടെർമിനലിനകത്ത് ഒരുപാട് ഇലക്ട്രോണുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോണുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങും, ഒഴുകാൻ തുടങ്ങും. അതായത് സോഴ്സിൽ നിന്നുള്ള ഒരു ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രോണുകൾ ഒഴുകാൻ തുടങ്ങുന്നത്. അപ്പോൾ ഇലക്ട്രോണുകൾ ഒഴുകുന്ന ഡയറക്ഷനാണ് ഈ ഗ്രാഫിനകത്ത് അല്ലെങ്കിൽ ഈ ഡയഗ്രത്തിനകത്ത് കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇലക്ട്രോണുകൾ ഒഴുകുന്നത് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന്, അതായത് ബാറ്ററിയുടെ നെഗറ്റീവ് എൻഡിൽ നിന്ന് സോഴ്സ് ലോഡിലേക്ക് ഒഴുകിയെത്തും. അതിനുശേഷം ലോഡിൽ നിന്ന് നേരെ പോസിറ്റീവ് ടെർമിനലിലേക്ക് തിരിച്ച് ഒഴുകി വരും. അപ്പോൾ ഈ ഒഴുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്വിച്ച് നമ്മൾ അവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ സ്വിച്ച് ഓൺ ആക്കുന്ന പക്ഷം എന്ത് ചെയ്യും, ഇവിടെ ഈ ലോഡ് ഇപ്പോൾ പ്രകാശിക്കുന്ന ബൾബാണ്, അപ്പോൾ ബൾബ് എന്ത് ചെയ്യും, പ്രകാശിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ സ്വിച്ച് കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് ഈ ബൾബിൻ്റെ ഓപ്പറേഷൻ വരുന്നത്. സ്വിച്ച് ഓണും ഓഫും ആക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, കറണ്ട് ഒഴുകാനും തടസ്സപ്പെടുത്താനും കറണ്ടിൻ്റെ ഒഴുക്ക് തുടങ്ങാനും അത് തടസ്സപ്പെടുത്താനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി എന്താണ് ഇലക്ട്രിക് കറണ്ട് എന്നുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജുകളുടെ ഒഴുക്കിനെയാണ് കറണ്ട് എന്ന് പറയുന്നത്. അതായത് ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞാൽ ചാർജിൻ്റെ ഒഴുക്ക് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത്, പോസിറ്റീവ് ടെർമിനലിലേക്ക് നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് ഇലക്ട്രോണുകൾ പതുക്കെ ഒഴുകി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ ആ ഡയറക്ഷൻ അല്ല നമ്മൾ കറണ്ട് ഒഴുകുന്നതായിട്ട് പറയുന്നത്. നമ്മൾ ടെർമിനലിൽ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത്, അതായത് ഈ മൈനസും പ്ലസും ഒരു സോഴ്സിൽ കൊടുക്കുന്ന സമയത്ത് മൈനസിലാണ് ഇലക്ട്രോണിൻ്റെ അളവ് കൂടുതൽ, അവിടെ നിന്ന് ഇലക്ട്രോൺ പോസിറ്റീവ് സൈഡിലേക്ക് പോവുകയാണ് ചെയ്യുക. പക്ഷേ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൺവെൻഷനലായിട്ട് പറയുന്നത് പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒഴുകുക എന്നാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഇലക്ട്രോണിൻ്റെ ഒഴുക്ക് എന്ന് പറയുന്നത് ഈ കറണ്ടിൻ്റെ ഒഴുക്കിൻ്റെ, അതായത് ഒഴുകുന്ന ദിശയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള രീതിയാണ്. ഇനി അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിൻ്റെ ഒഴുക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, കൺവെൻഷനലായിട്ട് ഉപയോഗിക്കുന്നത് രീതിയാണ് പോസിറ്റീവ് ടെർമിനലിൽ നിന്ന് നെഗറ്റീവ് ടെർമിനലിലേക്ക് എന്നുള്ളത്. ഇനി എന്താണ് കറണ്ടിൻ്റെ യൂണിറ്റ് എന്നുള്ളത്? കറണ്ടിൻ്റെ യൂണിറ്റ് ഡിഫൈൻ ചെയ്യുന്നത് ആംപിയർ എന്നുള്ള യൂണിറ്റാണ്. അപ്പോൾ ആംപിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വരുന്നത് റേറ്റ് ഓഫ് കറണ്ട് ഫ്ലോ, അതായത് ചാർജസ് ഫ്ലോൺ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡിൽ എത്ര
അളവിൽ ചാർജ് പാർട്ടിക്കിളുകൾ ഒഴുകിപ്പോയി എന്നുള്ളതാണ് കറണ്ടിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് കറണ്ടിനുള്ള യൂണിറ്റാണ് ആംബിയർ. അപ്പോൾ 1 ആംബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്താ വെച്ചാൽ 1 വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് 1 ഓം റെസിസ്റ്ററിന് മുകളിൽ കൊടുക്കുന്ന സമയത്ത് ആ സർക്യൂട്ടിലൂടെ, അല്ലെങ്കിൽ 1 ഓം ലോഡിൽ കൊടുക്കുന്ന സമയത്ത് ആ സർക്യൂട്ടിലൂടെ ഒഴുകുന്ന 1 സെക്കൻഡിൽ ഒഴുകുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 6.24 × 10⁻18 എന്നുള്ളത്. അപ്പോൾ എന്താണ്, 1 സെക്കൻഡിൽ ഇത്രയും ഇലക്ട്രോണുകൾ ഒഴുകുന്നുണ്ട് എന്നുണ്ടെങ്കിലാണ് എന്താകുന്നത്, 1 ആംബിയർ കറണ്ട് ആവുന്നത്. ഓക്കെ, ഇനി ഏത് ഉപകരണം ഉപയോഗിച്ചിട്ടാണ് ഇലക്ട്രിക് കറണ്ട് അളക്കുന്നത് എന്നുള്ളത്. ഇലക്ട്രിക് കറണ്ട് അളക്കാനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. അമ്മീറ്റർ നമ്മൾ ഘടിപ്പിക്കുന്നത് ഒരു സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് ഘടിപ്പിക്കുന്നത്. അപ്പോൾ സീരീസ് ആയിട്ട് ഘടിപ്പിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഏത് വഴിയിലൂടെ പോകുന്ന ഇലക്ട്രിക് കറണ്ടാണ് നമുക്ക് അളക്കേണ്ടതെങ്കിൽ ആ വഴിയിലാണ് എന്ത് ചെയ്യേണ്ടത്, അമ്മീറ്റർ ഘടിപ്പിച്ച് വെക്കേണ്ടത്. അപ്പോൾ ഒരു അമ്മീറ്ററാണ് വൈദ്യുത കറണ്ട്, ഇലക്ട്രിക് കറണ്ട് അളക്കുന്ന മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ വൈദ്യുത സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി ഇവിടെ താഴെ തന്നിരിക്കുന്നത് കുറച്ച് യൂണിറ്റുകളാണ്. അപ്പോൾ നമ്മൾ 1 ആംബിയർ എന്നാണെന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ 1 കിലോ ആംബിയർ, 1 മില്ലി ആംബിയർ, 1 മൈക്രോ ആംബിയർ എന്നൊക്കെയുള്ള അളവുകൾ എത്രയാണ് ആംബിയറിൽ കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ആംബിയറിനെ നമ്മൾ 1 KA എന്ന് വിളിക്കും. KA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 ആംബിയർ ആണ്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ 10⁻³ ആംബിയർ എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മില്ലി ആംബിയറും മൈക്രോ ആംബിയറും. മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 1000-ൽ 1 ഭാഗം വരുന്ന കറണ്ട് എന്നാണ്. അപ്പോൾ അത് വരുന്നത് 0.001 ആംബിയറും. മൈക്രോ ആംബിയർ എന്ന് പറയുമ്പോൾ 1,00,000-ൽ 1 എന്നുള്ള രീതിയിലാണ് വരിക. അപ്പോൾ അതിൻ്റെ അളവ് വരുന്നത് 10⁻⁻6 എന്നുള്ള രീതിയിലാണ്. അത്രയും ആംബിയർ ആണ് വരുന്നത്. താങ്ക് യു.